വർദ്ധിച്ച ഹൃദയഭാരത്തോടെ വാസുദേവൻ മുന്നിലെ രാശിപ്പലകിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കവടം നിർത്തി പ്രശ്നം വെച്ച് നോക്കിയ ശേഷം എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുദത്തൻ തിരുമേനിയെ നോക്കി അയാൾ ആകുലതയോടെ ചോദിച്ചു. പ്രശ്നം തന്നെയാണ്. തന്നോട് ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ, ദോഷജാതകവുമായി ജനിച്ച ആ പെൺകുട്ടി പിതൃകാലനാകുക മാത്രമല്ല സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ദോഷങ്ങൾ ചെയ്യും. തിരുമേനി, അയാൾ പറഞ്ഞു കേട്ട് വാസുദേവൻ ഞെട്ടലോടെ അയാളെ നോക്കി. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ദോഷങ്ങളൊക്കെയും അവളോട് ചേർന്ന് നിൽക്കുന്നവരുടെ നേരെയാണ് വന്നു പതിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആൾ തൻ്റെ പേരക്കുട്ടി ദേവ തന്നെയായിരിക്കും. അതിനുശേഷം മറ്റുള്ളവർ. തൻ്റെ മറ്റു പേരക്കുട്ടികളും അവളോടൊപ്പം തന്നെയാണെന്ന് അല്ലേ പറഞ്ഞത്? അപ്പോൾ അവരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഗൗരവത്തോടെ അയാൾ പറഞ്ഞു നിർത്തിയതും ശബ്ദം നഷ്ടപ്പെട്ടതുപോലെ വാസുദേവൻ തളർന്നിരുന്നു പോയി. അയാളുടെ അവസ്ഥ ക്രൂരമായൊരു പുഞ്ചിരിയുടെ വിഷ്ണുദത്തൻ നോക്കി കണ്ടു. ഇതിനൊരു പരിഹാരവുമില്ല തിരുമേനി, എൻ്റെ കുട്ടികളെ രക്ഷിക്കാൻ? അയാൾ വിഷ്ണുദത്തനെ നോക്കി നിസ്സഹായതയോടെ ചോദിച്ചു. ഇതിനുള്ള ശാശ്വതമായ പരിഹാരം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ മരണം, അവളുടെ മരണത്തോടൊപ്പം മാത്രമേ അവളുടെ ജാതകദോഷവും അവസാനിക്കൂ. അയാൾ പറഞ്ഞു നിർത്തിയതും വാസുദേവൻ തളർച്ചയുടെ തലയിൽ കൈ താങ്ങിയിരുന്നു പോയി. വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ കാണുന്ന ഓരോ നിമിഷം ഇതുപോലെയാണ് വാസുദേവ ഞാനും തളർന്നു പോകാറ്. ഞാൻ അനുഭവിച്ച ഓരോ വേദനയും നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. വർദ്ധിച്ച പകയോടെ അയാൾ വാസുദേവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. താനിങ്ങനെ വിഷമിക്കാതിരിക്കും വാസുദേവ, പരിഹാരമില്ലാത്ത പ്രശ്നമില്ലെന്നല്ലേ. തൽക്കാലം ആശ്വാസത്തിന് ഞാൻ ചില പരിഹാര കർമ്മങ്ങൾ പറഞ്ഞു തരാം. ശാശ്വതമായി പരിഹാരം വേണമെന്നാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ ഇഹലോകവാസം വെടിഞ്ഞു പോകണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ താൻ ചെയ്തോളൂ. അയാൾ പറഞ്ഞു കേട്ട് വാസുദേവൻ ഞെട്ടലോടെ അയാളെ നോക്കി. തിരുമേനി പറഞ്ഞു വരുന്നത് അവളെ കൊല്ലണമെന്നാണോ? വല്ലാത്തൊരു ഭാവത്തിലാണ് വാസുദേവൻ അത് ചോദിച്ചത്. ധർമ്മസ്ഥാപനത്തിനായി ഒരാളുടെ ജീവൻ എടുക്കുന്നതിൽ തെറ്റില്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണം കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും പുരയ്ക്ക് മുകളിൽ വളർന്നാൽ അത് വെട്ടി നശിപ്പിക്കുക തന്നെ വേണം വാസുദേവ. ഗൂഢമായി ചിരിയോടെ അയാൾ പറഞ്ഞു കേട്ട് വാസുദേവൻ എന്തോ ആലോചനയോടെ ഇന്നും. ഇനി ബാക്കി കാര്യങ്ങൾ നീ തന്നെ ചെയ്യൂ വാസുദേവ. നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ കൊച്ചുമകളുടെ ജീവൻ ഞാൻ എടുപ്പിക്കും. ഇതാണ് നിനക്കുള്ള ശിക്ഷ മഹേശ്വർ. എൻ്റെ മകനെ തളർത്തിക്കിടത്തിയ നിനക്കുള്ള എൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. നിന്റെ മകളുടെ ജീവൻ നിന്റെ പ്രിയപ്പെട്ട അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ എടുപ്പിക്കും. വാസുദേവൻ ആലോചനയോടെ ഇരിക്കുന്ന കണ്ടതും വിഷ്ണുദത്തൻ ഒന്ന് ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ശേഷം ഒരു പേപ്പറിൽ കുറച്ച് പരിഹാര കർമ്മങ്ങൾ എഴുതി അയാൾക്ക് കൊടുത്തു. താനിപ്പോൾ ഇതും കൊണ്ട് പോയിക്കോളൂ. ഈ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം താൻ എന്നെ ഒന്ന് വന്ന് കാണണം. ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പം പറയാം. വിഷ്ണുദത്തൻ പറഞ്ഞു കേട്ട് വാസുദേവൻ അയാളെ നോക്കി നിസ്സഹതയോടെ ഒന്ന് തലയാട്ടിക്കൊണ്ട് പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് പരിഹാര കർമ്മങ്ങളായുള്ള കുറിപ്പും വാങ്ങി അയാൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അയാൾ പോന്ന് നോക്കിയിരുന്ന വിഷ്ണുദത്തൻ ഒരു പുച്ചച്ചിരിയോടെ തിരികെ അകത്തേക്ക് കയറി. ദച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ പിന്നിലേക്ക് എത്തിയതും രുദ്രൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും തോളിലുമായി മുറുകി. രുദ്രേട്ടാ! വേദന തോന്നിയതും അവൾ ഇടർച്ചയോടെ അവനെ വിളിച്ചു. അപ്പോഴേക്കും അവൻ്റെ ചൂണ്ടുവിരൽ അവളെ ചുണ്ടിൽ അമർന്നിരുന്നു. എന്നേക്കാൾ കൂടുതലായി നിന്നെ മറ്റാരും സ്നേഹിക്കുന്നതോ പരിപാലിക്കുന്നതോ എനിക്കിഷ്ടമല്ല കുഞ്ഞോളെ. യാതൊരു മുഖവരെയും കൂടാതെയുള്ള അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി നിന്നു. ഐ നോ ദേ ആർ യുവർ ഫ്രണ്ട്സ്, ബട്ട് എനിക്ക് കഴിയുന്നില്ല. നീ അവരുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരും. എന്നിലല്ലാതെ മറ്റൊരാളിൽ നീ ആശ്വാസം കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് കുഞ്ഞോളെ. സോ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതെ നോക്കേണ്ടത് നിൻ്റെ കടമയാണ്. തീർത്തും ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ അവനെ വീഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് എന്തൊക്കെയായി പറയുന്നത്? ആരോട് സംസാരിക്കാൻ പാടില്ലെന്നോ? അതും എങ്ങനെ സാധ്യമാകും? എൻ്റെ ഏട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ എങ്ങനെയാണ് ഞാൻ മാറ്റി നിർത്തുക? അവൻ പറഞ്ഞത് ഒന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി. അപ്പോഴേക്കും അവൻ അവളുടെ ഇരിക്കവളിലുമായി കൈകൾ വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തിന് നേരെ അവളുടെ മുഖമുയർത്തി. നീ എൻ്റെയാണ് കുഞ്ഞോളെ, എൻ്റേത് മാത്രം. നിന്നിൽ മറ്റൊരാൾ അവകാശം പറയുന്നത് എനിക്കിഷ്ടമല്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ മുറുക്കപ്പുണർന്നു. കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൻ അവിടെ ആകെ ചുംബിച്ചു. ശേഷം അവളുടെ നെറ്റിലും കവളിലും മൂക്കിനും തുമ്പിലും ചെവി ഇടുക്കിലുമൊക്കെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു. പതിയവ തൻ്റെ ഇണകളിൽ ചേർന്നതും അവളൊന്ന് വിറച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവളെ ഒട്ടും വേദനിപ്പിക്കാതെ ഒരു താളത്തിൽ അവളുടെ ദളങ്ങളെ നുകർന്നുകൊണ്ട് അവൻ തൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം അവളിലേക്ക് ഒഴുക്കി വിട്ടു. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ദേവു, അത് സാർ വെറുതെ പറഞ്ഞതാകും. ചിലർക്ക് ആരാധന ഒരു ഭ്രാന്തായി മാറാറില്ലേ? അതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും. സാർ ചിലപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞത്.
ദേവിൻ്റെ വാക്കുകൾ കേട്ട് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടിരുന്ന കസേരകളിൽ സങ്കടത്തോടെ ഇരിക്കുന്ന ദേവുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹർഷി പറഞ്ഞു, അല്ല ഹർഷി, എൻ്റെ മനസ്സിലുള്ളത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതാ ആൾ അങ്ങനെ പറഞ്ഞത്. അവൾ നിരാശയോടെ പറയുന്ന കേട്ട് ഹർഷിയുടെ കണ്ണുകൾ കുറുകി. നിന്റെ മനസ്സിലെന്ത്? നിനക്ക് പുള്ളിയുടെ ആരാധനയല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റെന്തെങ്കിലും? അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ എന്തൊക്കെയോ മനസ്സിലായി. എങ്കിലും ഒരു ഉറപ്പിന് വേണ്ടി അവൻ അവളോടായി ചോദിച്ചു. അതിന് മറുപടി അവൾ അവനെ ദയനീയമായി നോക്കിയതേയുള്ളൂ. ദേവു, നീ? അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. എനിക്കറിയില്ല ഹർഷി, എന്നോ എപ്പോഴോ ഞാൻ പ്രണയിച്ചു പോയി. നീ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എനിക്ക് ആളിനോട് ആരാധന മാത്രമായിരുന്നു. പിന്നീട് എപ്പോൾ കണ്ണടച്ചാലും ആളുടെ മുഖം മാത്രം മനസ്സിൽ തെളിയാൻ തുടങ്ങിയപ്പോൾ, ആളുടെ കൈ കൊണ്ടുള്ള താലി എൻ്റെ കഴുത്തിൽ വീഴുന്നത് സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ എങ്ങനെയോ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ എൻ്റെ ഹൃദയം മുഴുവനും ആളിനോടുള്ള എൻ്റെ പ്രണയം നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് മറക്കാൻ കഴിയില്ല ഹർഷി, ഇനി ഒട്ടും കഴിയുകയില്ല. ഉറപ്പോടെ അവൾ പറഞ്ഞു കേട്ട് ഹർഷി അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ദേവു, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ പ്രാവർത്തികമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് നിനക്കറിയില്ലേ? ആഗ്രഹിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനുമൊക്കെ ഒരു പരിധികളുണ്ട് ദേവു. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കുക. പല്ലി കടിച്ചുകൊണ്ട് അവൻ പറയുന്ന കേട്ട് അവളൊന്നും മിണ്ടാതെ മൗനമായിരുന്നതേയുള്ളൂ. അവളുടെ ആ ഭാവം കാണുന്തോറും ഹർഷിക്കും വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. എന്തൊക്കെയാണ് അവൾ പറയുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അവളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം വളരെ രൂക്ഷമായിരിക്കുമെന്നും അറിയുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാം ഹർഷി, ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് കടമകൾ കടക്കേണ്ടി വരും. ആകാശത്തെ അമ്പിളിമാവനെ മോഹിക്കുന്ന പുൽക്കൊടിയുടെ അവസ്ഥയാണ് എൻ്റെതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല ഹർഷി. അതും പറഞ്ഞ് കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ വലഞ്ഞു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നതും ദച്ചുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഏറെക്കുറെ അവസാനിച്ചിരുന്നു. ക്ഷണിച്ചു വരുത്തിയ അതിഥികളൊക്കെയും സന്തോഷത്തോടെ തന്നെ തിരികെ പോയി. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. സ്റ്റേജിൽ രുത്തൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്ന ദച്ചുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് മാലിന്യമ്മയും കൃഷ്ണയും കായും കൂടി പറഞ്ഞതും അവൾ ദയനീയമായി രുത്തനെ ഒന്ന് നോക്കി. ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ തൻ്റെ അരയിലൂടെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അവൻ കൈയെടുത്ത് മാറ്റിയാൽ മാത്രമേ അവൾക്ക് അവിടെ അരികിലേക്ക് പോകാൻ സാധിക്കൂ. പ്ലീസ്, അവൾ ചുണ്ടുകൾ കൊണ്ട് പതിയെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവരെ യാത്രയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ രുദ്രേട്ടനും കൂടി വായോ? അവൻ്റെ നോട്ടം കണ്ടതും അവൾ അവനോട് ചേർന്നതുകൊണ്ട് ദയനീയമായി പറഞ്ഞു. അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ടവൻ അവളെയും കൂട്ടി അവിടെ മുന്നിലേക്ക് ചെന്നു. വരൂ, എൻ്റെ ഡ്രൈവർ നിങ്ങളെ ആശ്രമത്തിൽ ഡ്രോപ്പ് ചെയ്യും. അവൻ പറഞ്ഞു കേട്ട് മാലിനി അമ്മയും കൃഷ്ണയും ഗായത്രിയും പരസ്പരം ഒന്ന് നോക്കി. അയ്യോ, അതൊന്നും വേണ്ട മോനെ, ഞങ്ങളൊരു ടാക്സി വിളിച്ച് പോയിക്കോളാം. ആ രാത്രിയിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി മാലിന്യമ്മ അവൻ്റെ ക്ഷണം നിരസിച്ചു. അത് വേണ്ട, ഈ രാത്രിയിൽ നിങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ട് പോകണ്ട, അത് സേഫ് ആയിരിക്കില്ല. അവൻ പറഞ്ഞു കേട്ട് ദച്ചുവിൻ്റെ മുഖം തെളിഞ്ഞു. തൻ്റെ കാര്യത്തിൽ അവൻ സ്വാർത്ഥനാണ്, എങ്കിലും തൻ്റെ കൂടെയുള്ളവരെയെല്ലാം അവൻ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അതിരാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രകാശം മുഖത്ത് തട്ടിയപ്പോഴാണ് ദച്ചു മുഷിച്ചയുടെ കണ്ണുകൾ തുറക്കുന്നത്. അവളുടെ കണ്ണിൽ നിന്നും ഉറക്കം വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നതാണ്. രുദ്രനോടൊപ്പം കാറിലേക്ക് കയറിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കണ്ണുകൾ തുറക്കുന്നത് ഇപ്പോഴാണ്. അവൾ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ബെഡിൻ്റെ വലതുഭാഗത്തേക്ക് കണ്ണുകൾ നീണ്ടതും അവിടെ ശൂന്യമായിരിക്കുന്ന കണ്ട് അവളെ നെറ്റിച്ചൊളിഞ്ഞു. എന്തായാലും തന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് രുദ്രൻ എങ്ങോട്ടും പോകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ ആ മുറിയാകെ ഒന്നാകെ ഒന്ന് നിരീക്ഷിച്ചു. എവിടെ പോയി? മുറിയിലൊന്നും അവനെ കാണാതെ വന്നതും അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ബെഡിൽ നിന്നും നിലത്തേക്ക് ഇറങ്ങി വാഷ്റൂമിൽ നിരക്ക് നടന്നു. അവിടെയും അവനെ കാണാതെ വന്നതും അവൾ സംശയത്തോടെ ഓഫീസ് റൂമിലും ബാൽക്കണിയിലുമൊക്കെ നോക്കി. എന്നാലും ഈ രുദ്രേട്ടൻ ഇത് എവിടെ പോയി? ഇനി രാത്രിയിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിട്ട് വേറെ മുറിയിലെങ്ങാനും ആയിരിക്കും ആൾ കിടന്നത്? അതും മനസ്സിൽ പറഞ്ഞിട്ട് മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മിററിലൂടെ കാണുന്ന തൻ്റെ രൂപത്തിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ഒരു നിമിഷം താൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിലേക്കാണ് ആദ്യം അവളുടെ കണ്ണുകൾ പതിച്ചത്. നെഞ്ചിൻ്റെ ഭാഗത്ത് മുയൽ കുഞ്ഞിൻ്റെ പടമുള്ള പിങ്ക് കളറിലെ ഒരു നൈറ്റ് ഡ്രസ്സാണ് അവളുടെ വേഷം. ആ വേഷത്തിൽ അവളെ കാണാൻ വല്ലാത്ത ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവളൊരു പുഞ്ചിരിയോടെ മിററിലൂടെ കാണുന്ന തൻ്റെ രൂപഭംഗി ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നത്. ഇന്നലെ താൻ ഫംഗ്ഷന് ധാവണ സെറ്റായിരുന്നു കൊടുത്തത്. താൻ ഉറങ്ങുന്നത് വരെയും അതുതന്നെയായിരുന്നു തൻ്റെ ദേഹത്തുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇതാരായിരിക്കും മാറ്റി തന്നിട്ടുണ്ടാവുക? ഇനി രുദ്രേട്ടനായിരിക്കോ? അയ്യേ! ആ ഒരു ചിന്തയിൽ അവളുടെ മുഖം ചുളിഞ്ഞു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഒരു ട്രാക്ക് സൂട്ടും ധരിച്ച മുറിയിലേക്ക് കയറി വരുന്ന രുദ്രനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ജോഗിങ് കഴിഞ്ഞുള്ള വരവാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുവരെയുള്ള ചിന്തകളൊക്കെയും വിസ്മരിച്ചുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം അവനും അവളെ തന്നെ നോക്കി കാണുകയായിരുന്നു.
ഞാൻ ഇട്ടുന്ന ഈ ഡ്രസ്സിൽ എൻ്റെ പെണ്ണ് സുന്ദരിയായിട്ടുണ്ട്. വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ അരികിലേക്ക് നടന്നുകൊണ്ട് വശ്യത നിറഞ്ഞ നോട്ടത്തോടെ അവൻ പറഞ്ഞു കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അപ്പോൾ രുദ്രേട്ടനാണോ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് തന്നത്? യാ. അയ്യേ ശേ. അവൻ പറഞ്ഞു കേട്ട് അവൾ ചമ്മലോടെ കണ്ണ് പൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. അത് കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വാട്ട്? അവൻ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. എന്നാൽ അവൾ അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നതേയുള്ളൂ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് വല്ലാത്ത ചമ്മല ചാടുകയോ അങ്ങനെ എന്തൊക്കെയോ തോന്നി. എന്താ കുഞ്ഞോടെ നിനക്ക്? നീ എന്താ എൻ്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്നത്? അവൻ അവൾ തോളിൽ പിടിച്ച് തന്നെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ രുദ്രേട്ടൻ എന്തിനാ എൻ്റെ ഡ്രസ്സ് മാറ്റിയത്? അപ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ചോദിച്ചത്. എക്സ്ക്യൂസ് മീ. അവൻ്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ടതും അവൾ അവനെ നിന്ന് നോക്കി. അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. താൻ ചോദിച്ചതിന് സംശയം മാത്രമേ ഉള്ളൂ. അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അവനെ നോക്കി നിന്നു. സത്യത്തിൽ അവൾ ചോദിച്ചതിൻ്റെ അർത്ഥം അവന് മനസ്സിലായില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അതുവരെയുള്ള അവൻ്റെ ജീവിതത്തിൽ മുക്കാൽ ഭാഗവും വിദേശത്ത് ജീവിച്ചനും അങ്ങനെയുള്ള ചിന്തകളൊക്കെ എവിടുന്ന് വരാനാ? അവിടെ ഇതൊക്കെ കോമൺ അല്ലേ? വിദേശ വനിതകളെ സ്പോർട്സ് ബ്രായിലും ബിക്നിയിലുമൊക്കെ കണ്ടിട്ടുള്ളവന് ദച്ചിൻ്റെ ഡ്രസ്സൊന്നും മാറ്റിക്കൊടുത്തതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതായിരുന്നു സത്യം. അല്ല, അത് പിന്നെ രുദ്രേട്ടൻ എൻ്റെ ഡ്രസ്സ് മാറ്റിയത് സോ വാട്ട്? അവൻ്റെ കൂർപ്പിച്ച നോട്ടം കണ്ടതും പിന്നീട് അവൾ അവനോട് എന്ത് ചോദിക്കണമെന്നറിയാതെയായി. ഇന്നലെ കാറിൽ കയറിയപ്പോൾ തന്നെ നീ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടെ എത്തി ഒരുപാട് തവണ ഞാൻ വിളിച്ചിട്ടും നീ ഉണർന്നില്ല. പിന്നെ നിന്നെ കയ്യിലെടുത്താണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോഴേക്കും ഡ്രസ്സിൻ്റെ ഹാങ്സും ഓർണമെൻറ്റ്സിൻ്റെ മുത്തുകളുമൊക്കെ കൊണ്ട് നിൻ്റെ ഉറക്കത്തെ അത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതെ തന്നെ നിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഞാൻ മാറ്റിയത്. അതിലിപ്പോൾ എന്താ പ്രശ്നം? ഗൗരവത്തോടെ അവൻ ചോദിച്ചു. ഇനി ഒന്നും പറയാനില്ലാത്ത പോലെ അവൾ മൗനമായി. അപ്പോഴേക്കും അവൻ നടന്ന് അവളുടെ അരികിലെത്തിയിരുന്നു. മുഖം കുനിച്ച് നിൽക്കുന്നവളെ താടിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ നിന്നു. അവളുടെ കണ്ണുകൾ ചെറിയൊരു നീർത്തിളക്കം കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. വാട്ട് ഹാപ്പൻ? ഈ തവണ അവൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു കടുപ്പം നിറഞ്ഞു നിന്നിരുന്നു. അത് എന്നെ അങ്ങനെ കണ്ടില്ലേ? എങ്ങനെ? അവളുടെ പതർച്ചയുള്ള വാക്കുകൾ കേട്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ഞാൻ അവൾ എന്തു പറയണമെന്നറിയാതെ പരങ്ങി കളിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. സത്യത്തിൽ അപ്പോഴാണ് അവൻ ആ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയത്. അവൻ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളെ മുറുക്കപ്പുണർന്നു. അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ ഇരു കൈകളും അവളെ തിരികെ പുണർന്നു. ആ നിമിഷം അവൻ അവളുടെ ചെവിയിലേക്ക് അവൻ്റെ ചുണ്ടുകൾ മുട്ടിച്ചു. ഞാനല്ലേ കണ്ടത്? എൻ്റെ അല്ലേ? പിന്നെന്താ? ചെവിയോരം ചേർന്ന് നിന്നുകൊണ്ട് ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. എന്തായാലും എനിക്കെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. വശ്യമായ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളൊന്ന് വിറച്ചുപോയി. അതറിഞ്ഞ പോലെ അവൻ്റെ കൈകൾ അവളിൽ മുറുകി. ആ സമയം എൻ്റെ പെണ്ണിനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ? ഓഫ്, കടഞ്ഞെടുത്ത പോലെയുള്ള ഈ അങ്കലാവണ്യം കൂമ്പിയ താമരമുട്ടുകൾ പോലെയുള്ള ഈ പറയുന്നതോടൊപ്പം തന്നെ അവൻ്റെ കൈകൾ അവളെ ശരീരഭാഗങ്ങൾ തഴുകി തലോടുന്നുണ്ടായിരുന്നു. മതി പ്ലീസ്. അപ്പോഴേക്കും അവൻ പറഞ്ഞ് തീരും മുൻപേ ഇനിയൊന്നും കേൾക്കാൻ വയ്യെന്ന പോലെ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അപ്പോഴേക്കും അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ ദേഹത്തേക്ക് പൊതിഞ്ഞു പിടിച്ചു. എൻ്റെ കുഞ്ഞു പെണേ. ആ നിമിഷം അവൻ്റെ മനസ്സുറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അതേസമയം രുദ്രനോടൊപ്പം ജോഗിങ് കഴിഞ്ഞ ശേഷം കുളത്തിൽ പോയി നീന്തി കുളിക്കാനായി തയ്യാറെടുക്കുകയായിരുന്നു ദേവ്. നിങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പാണോ? ഡ്രാഗ് സ്യൂട്ട് മറിയ ശേഷം ഒരു മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് ദേവ് വാഷ്റൂമിൽ കയറി നിൽക്കുന്ന ദക്ഷിണോടും ബെഡിലേക്ക് വന്ന് വീണുകൊണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ദർശനോടുമായി ചോദിച്ചു. ഞാനില്ല ദേവ്, എനിക്കിന്ന് ഓഫീസിൽ പോകണം. 11 മണിക്ക് കോടതിയിൽ ഒരു കേസ് അപ്പീൽ ചെയ്യാനുണ്ട്. കുളത്തിൽ മുങ്ങി കുളിക്കാൻ നിന്നാൽ ഇന്നൊന്നും അതിൽ നിന്ന് തിരികെ കയറില്ല. അതോടെ ഓഫീസിൽ പോക്കും കോടതി പോക്കും ഒക്കെ മുടങ്ങും. അതുകൊണ്ട് തൽക്കാലം ഞാൻ വാഷ്റൂമിൽ കുളിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് ദശ് വാഷ്റൂമിൽ കയറിയപ്പോൾ ദേവിൻ്റെ നോട്ടം ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന ദർശന നേർക്കായി. ഈ സമയം കൊണ്ട് തന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞെന്ന് മനസ്സിലായതും അവനൊരു നെടുവീർപ്പോടെ സ്റ്റാൻഡിൽ കിടന്ന ടവലെടുത്ത് കഴുത്തിലൂടെ ചുറ്റിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. തൊടിയിലൂടെ നടക്കുമ്പോൾ ശരീരത്തിൽ വന്ന് പതിക്കുന്ന ചെറുകാറ്റിൻ്റെ തണുപ്പ് അവൻ്റെ ശരീരത്തിന് കുളിർമയേകുന്നുണ്ടായിരുന്നു. അവയെ നന്നായി ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നടന്നു. കുളത്തിലേക്കുള്ള പടവുകൾ എത്തിയതും അവൻ ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. തിരികെ വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവൻ പടവുകൾ ഓരോന്നായി ഇറങ്ങാൻ തുടങ്ങി. അവസാന പടിയിലെത്തിയതും അവൻ മുണ്ടഴിച്ച് മുകളിലത്തെ പടവിലായി വെച്ച ശേഷം തോൾക്കിടന്ന ടവലെടുത്ത് കൊടുത്തുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് കുളത്തിൽ നിന്നും ഒരു രൂപം പൊങ്ങി വന്നതും അവൻ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി. മാറിന് മുകളിൽ വെച്ച് കിട്ടിയ ഒരു നേരിതുമുണ്ട് മാത്രം കൊടുത്തുകൊണ്ട് പാതി നഗ്നയായി നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. വേണി.
പകപ്പോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ പേര് മന്ത്രിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ മാറോളം ചുറ്റി നേരിയതിൻ്റെ മറവിൽ തുളുമ്പി നിൽക്കുന്ന അവളുടെ വശ്യമായി സൗന്ദര്യത്തിൽ തറഞ്ഞു നിന്നു.